എന്നാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇൻവേർട്ടഡ് ഔട്ട്പുട്ട്സ് ആണ് എല്ലാത്തിലും കിട്ടുക. അതായത് ക്യാരി ഔട്ട് എന്ന് പറയുന്നതിൻ്റെ ഇൻവേർട്ടറാണ് കിട്ടുന്നത്. അതിനെ നമുക്ക് ക്യാരി ഔട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ വീണ്ടും ഒരു സിമോസ് ഇൻവേർട്ടറിലേക്ക് കൊടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ സമ്മിൻ്റെയും കേസിൽ സം ബാർ ആണ് നമുക്ക് കിട്ടുക. അതായത് കോംപ്ലിമെൻ്ററി ഔട്ട്പുട്ട് ആണ് നമുക്ക് ഏതിൻ്റെ കേസിലും കിട്ടുക, സമ്മിൻ്റെ കേസിലും കിട്ടുക. അപ്പോൾ ഈ സമ്മിൻ്റെ കേസിലും നമുക്ക് കിട്ടുന്ന കോംപ്ലിമെൻ്ററി ഔട്ട്പുട്ടിനെ നമ്മൾ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഔട്ട്പുട്ടിനെ നമ്മൾ വീണ്ടും ഒരു നോട്ട് ഗേറ്റിലേക്ക് കൊടുത്തിട്ടാണ് നമുക്ക് സം കിട്ടുക. അപ്പം നമുക്ക് ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ക്യാരി കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇൻവേർട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാരി കിട്ടുള്ളൂ. അല്ലെങ്കിൽ സം ബാർ എന്ന് പറയുന്നതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ ഒരു ഇൻവേർട്ടറിൽ കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് സം കിട്ടുള്ളൂ. അതായത് ഈ ഒരു ഒരു ഇൻവേർട്ടർ സ്റ്റേജ് എന്ന് പറയുന്നത് ആക്ച്വലി അതിനും ഒരു പർട്ടിക്കുലർ ടൈം നമുക്ക് ചിലവാകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ടൈം വിച്ച് ഈസ് ആക്ച്വലി എന്താണ് ഈ ഇൻവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ എടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കേസിൽ നമുക്ക് ഈ സർക്യൂട്ടിൻ്റെ സ്പീഡ് നമുക്ക് ഹൗ ക്യാൻ വി ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ ഫുൾ ആഡർ സർക്യൂട്ട് ബൈ യൂസിങ് സം ഓഫ് ദ ആഡർ പ്രോപ്പർട്ടീസ്. ഓക്കെ, നിങ്ങൾക്കറിയാം ആഡറിൻ്റെ സം പ്രോപ്പർട്ടീസ് ഉണ്ട്. ബൈ യൂസിങ് ദാറ്റ് ആഡർ പ്രോപ്പർട്ടീസ് വി ആർ ജസ്റ്റ് increasing the speed of or we can able to improve the speed of full adder circuit. ഓക്കെ, അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആഡറിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പീഡ് ചെയ്യാം. നമ്പർ ഓഫ് ഇൻവേർട്ടിംഗ് സ്റ്റേജസ് ഇൻ ദ ക്യാരി പാത്ത് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ എക്സ്പ്ലോയിറ്റിംഗ് ഇൻവേർട്ടിംഗ് പ്രോപ്പർട്ടി. ഇൻവേർട്ടിംഗ് പ്രോപ്പർട്ടി എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവേർട്ടിംഗ് ഓൾ ദ ഇൻപുട്സ് ഓഫ് ഫുൾ ആഡർ സെൽ ഓൾസോ ഇൻവേർട്ട് ഓൾ ദ ഔട്ട്പുട്ട്സ്. അപ്പം നിങ്ങൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ABCI ഈസ് ആക്ച്വലി ദ ഇൻപുട്ട് ഓഫ് ഫുൾ ആഡർ. ഓക്കെ, ഇതാണ് ഇൻപുട്ട് ഓഫ് ദ ഫുൾ ആഡർ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നോർമൽ സമ്മും ക്യാരി ഔട്ടുമാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഇനിയിപ്പം ഇതിൻ്റെ കേസിൽ നമുക്ക് ഇത് എന്ന് പറയുന്നത് ഈക്വൽ ടു അല്ലെങ്കിൽ ഇക്വലൻ ടു എങ്ങനെയായിരിക്കും, ഇൻവേർട്ടിംഗ് ഓൾ ദ ഇൻപുട്സ് ഓഫ് ഫുൾ ആഡർ. അതായത് നമ്മൾ ഇതിൻ്റെ കേസിൽ ഇൻവേർട്ട് ചെയ്യാതെയാണ് കൊടുത്തിരിക്കുന്നത്. ABCI എന്ന് പറയുന്നത് ഒരു എന്താണ് ഒറിജിനൽ ഇൻപുട്ടാണ് ABCI. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സം കിട്ടി. പക്ഷേ ഇതിന് ഈക്വലായിട്ട് നമുക്ക് എന്ത് കിട്ടും, എല്ലാ ഇൻപുട്സിനെയും നിങ്ങൾ ഇൻവേർട്ട് ചെയ്തിട്ട് നമ്മളൊരു ഫുൾ ആഡറിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ടും നമുക്ക് എന്തായിട്ട് കിട്ടും, ഇൻവേർട്ടഡ് ആയിട്ട് കിട്ടും. എല്ലാ ഇൻപുട്ടും ഇൻവേർട്ടഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്കിപ്പം നോർമൽ ഒരു CMOS യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇൻവേർട്ടഡ് ഔട്ട്പുട്ടാണ്. ഈ ഇൻവേർട്ടഡ് ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ കിട്ടും, ഇൻവേർട്ടഡ് ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുന്നത്, നമ്മളിവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എന്താണ്, പ്യൂർ ഇൻപുട്ട് തന്നെയാണ്. Aയും Bയും CIയുമാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. Aയും Bയും CIയുമാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, ഇൻവേർട്ടഡ് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അപ്പം ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, എല്ലാ ഇൻപുട്ടും ഇൻവേർട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പ്യുവർ ഔട്ട്പുട്ട് കിട്ടും. ആക്ച്വലി ഒരു CMOS യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അപ്പം ഇൻവേർട്ടിംഗ് ഓൾ ദ ഇൻപുട്സ് ഓഫ് ഫുൾ ആഡർ ദാറ്റ് വിൽ ഗീവ്സ് ഇൻവേർട്ടഡ് ഔട്ട്പുട്ട്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നമ്മൾ ഇൻപുട്ട് ഇൻവേർട്ട് ചെയ്തിട്ട് നമ്മളൊരു ഫുൾ ആഡറിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻവേർട്ടഡ് ഔട്ട്പുട്ട് കിട്ടും. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻപുട്സിനെ എല്ലാം ഇൻവേർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ C0 ബാർ എന്നായിരിക്കുമല്ലോ കിട്ടുക, C0 തന്നെ ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ തന്നെ സം ബാർ ആയിരിക്കില്ല ഇവിടെ ഔട്ട്പുട്ട് കിട്ടുക, സം തന്നെ ഔട്ട്പുട്ട് കിട്ടും. അപ്പം അങ്ങനെ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഏബിൾ ടു റെഡ്യൂസ് അല്ലെങ്കിൽ വി ക്യാൻ ഏബിൾ ടു ഇംപ്രൂവ് ദ സ്പീഡ് ഓഫ് ദ സർക്യൂട്ട് ഓർ ഫുൾ ആഡർ സർക്യൂട്ട്. അപ്പോൾ ഇതാണ് സം ബാർ ഈസ് ഈക്വൽ ടു ABCI എന്ന് പറഞ്ഞാൽ ഈക്വലൻ ടു സം A ബാർ B ബാർ CI. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻവേർട്ട് ചെയ്യുന്നത് അതിൻ്റെ കേസിൽ നമുക്ക് ഔട്ട്പുട്ട് ഇൻവേർട്ട് ചെയ്ത് തന്നെ കിട്ടും, ഇൻവേർട്ട് ചെയ്യാത്തതിൻ്റെ ഔട്ട്പുട്ട് ഇൻവേർട്ട് ചെയ്യാതെ തന്നെ കിട്ടും. അപ്പം അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഏബിൾ ടു റെഡ്യൂസ് ദ സ്പീഡ്. അതായത് നിങ്ങളിപ്പോൾ ഒരു റിപ്പിൾ ക്യാരി ആർഡർ യൂസ് ചെയ്യുകയാണ്. അതായത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട് റിപ്പിൾ ക്യാരി ആർഡർ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ റിപ്പിൾ ചെയ്തിട്ട് ഒരെണ്ണത്തിൻ്റെ ക്യാരി ഔട്ട് എടുത്തിട്ട് അടുത്തതിൻ്റെ ക്യാരി ഇൻ ആയിട്ട് കൊടുത്ത് അങ്ങനെ ചെയ്യുന്ന റിപ്പിൾ ചെയ്തിട്ട് നമ്മൾ പോകുന്ന റിപ്പിൾ ക്യാരി ആർഡർ കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഈ കേസിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻവേഴ്സിംഗ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് പ്രോപ്പർട്ടി നമുക്ക് ഇൻവേർഷൻ പ്രോപ്പർട്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ ഇവിടെ ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആയില്ല എന്നെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് നമുക്ക് ഇവിടെ ഒരു CMOS യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻപുട്ട് എന്താണ് കൊടുക്കുന്നത്? നമ്മൾ എയും ബിയും സിയും ആണ് നമ്മളുടെ ഇൻപുട്ട്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യാരി ഔട്ട് അല്ല കിട്ടുന്നത്, നമുക്ക് ക്യാരി ഔട്ട് ബാർ ആണ്, ഇൻവേർട്ടഡ് ഔട്ട്പുട്ടാണ് കിട്ടുക. അതുപോലെ തന്നെ സമ്മിൻ്റെ കേസിലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? സം ബാർ ആണ് കിട്ടുന്നത്. ഈ സം ബാറിനെയാണ് നമ്മൾ ഇൻവേർട്ട് ചെയ്താലാണ് നമുക്ക് സം കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? നമ്മൾ ഇൻപുട്ട് ഇൻവേർട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇൻവേർട്ട് ചെയ്തിട്ട് തന്നെ ഔട്ട്പുട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സമ്മ് നമുക്കിപ്പോൾ ഇതിന് പകരം എ ബാർ ബി ബാർ സി ഐ എന്ന് നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? C0 ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പം ഇവിടെയും എ ബാർ ബി ബാർ സി ഐ എന്ന് പറഞ്ഞ് ഇൻപുട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്കിവിടെ കിട്ടുക സം ആയിരിക്കും കിട്ടുക. ഇപ്പോൾ ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് ആക്ച്വലി ഇൻവേർട്ടർ ആണ്, പക്ഷേ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇൻവേർട്ടർ ഔട്ട്പുട്ട് തന്നെയായിരിക്കും. അത് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഇൻവേർഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻവേർഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഏബിൾ ടു റെഡ്യൂസ് അല്ലെങ്കിൽ വി ക്യാൻ ഏബിൾ ടു ഇംപ്രൂവ് ദ സ്പീഡ് ഓഫ് ദ സർക്യൂട്ട്. ഓക്കെ, അല്ലെങ്കിൽ സ്പീഡ് അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ഡിലേ വി ക്യാൻ ഏബിൾ ടു റെഡ്യൂസ് ബിക്കോസ് വി ആർ നോട്ട് യൂസിങ് എനി ഇൻവേർട്ടർ സർക്യൂട്ട് അറ്റ് ഔട്ട്പുട്ട് സൈഡ്. ഇൻവേർട്ടർ ഔട്ട്പുട്ട് സൈഡിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, A0 B0 ആൻഡ് CI നോട്ട് എന്നുള്ളത് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഒരു നമ്മൾ ഇതിൻ്റെ കേസിൽ 4 ഫുൾ ആർഡർ യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ടാണ്. ദിസ് ഈസ് ഫസ്റ്റ് വൺ, ഫുൾ ആർഡർ 1 2 3 4, ഇങ്ങനെ 4 ഫുൾ ആർഡർ യൂസ് ചെയ്തിട്ട് ഒരു 4 ബിറ്റ് അഡീഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, A0 to A3. അപ്പം 4 ബിറ്റ് അഡീഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യത്തെ കേസിൽ ഒരു പ്യൂർ ഇൻപുട്ടാണ് കൊടുക്കുന്നത്. A0 B0 C0 കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? C0 ബാർ ആയിരിക്കും നമുക്ക് കിട്ടുക, അല്ലേ? നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? C0 ബാർ ആണ്. ഓക്കെ, അപ്പോൾ ഈ C0 ബാർ നമ്മൾ വീണ്ടും ഈ എന്താണ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടിലേക്ക് C0 ബാറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് എന്താണ് കൊടുക്കുന്നത്? A1ഉം B1ഉം നമ്മൾ കൊടുക്കുവാണെങ്കിൽ, ഇൻവേർട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ, നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഇൻവേർട്ട് ചെയ്യാതെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? ഇൻവേർട്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുക. അപ്പോൾ ഈ ഇൻവേർട്ട് ചെയ്ത ഔട്ട്പുട്ട് നമ്മൾ എല്ലാ ഇൻപുട്ടും ഇൻവേർട്ട് ചെയ്തിട്ട് വീണ്ടും കൊടുക്കുവാണെങ്കിൽ ആക്ച്വലി എന്ത് കിട്ടും? നമുക്ക് പ്യുവർ ഔട്ട്പുട്ട് കിട്ടും. ഈ പ്യുവർ ഔട്ട്പുട്ട് വീണ്ടും നമ്മൾ ഒരു നോർമൽ ഫുൾ ആർഡറിൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു പ്യുവർ ക്യാരി ഔട്ട് നമുക്ക് കിട്ടും, ഇൻവേർട്ടർ ക്യാരി ഔട്ട് കിട്ടും. ഈ ഇൻവേർട്ടർ ക്യാരി ഔട്ട് വീണ്ടും നമ്മൾ മറ്റേ ഫുൾ ആർഡറിലേക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പ്യുവർ C0 കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്യാരിയുടെ കേസിൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നം വരുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ സമ്മ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും കേസിൽ എന്താണ് റിപ്പിൾ ക്യാരി ആർഡറിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സമ്മ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഓരോ ഫുൾ ആർഡറിൻ്റെയും ഔട്ട്പുട്ട് ആയിട്ടാണ് നമ്മുടെ സമ്മ് വരുന്നത്. ഓക്കെ, അതായത് ഈ ക്യാരി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ സമ്മ് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ക്യാരി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ സമ്മ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ശരിക്കും പറഞ്ഞാൽ റിപ്പിൾ ക്യാരി ആർഡറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ റിപ്പിൾ ചെയ്തിട്ട് മാത്രമേ അല്ലെങ്കിൽ ക്യാരി ഇൻ ഓഫ് ദ ഫസ്റ്റ് ഫുൾ ആർഡർ അല്ല ക്യാരി ഔട്ട് ഓഫ് ദ ഫസ്റ്റ് ഫുൾ ആർഡർ വിച്ച് ഇസ് ഗിവൺ ആസ് എ ക്യാരി ഇൻ ടു ദ സെക്കൻഡ് ഫുൾ ആർഡർ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്താ റിപ്പിൾ ക്യാരി ആർഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ A0 B0 CI എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇൻവേർഷൻ പ്രോപ്പർട്ടി മനസ്സിലാക്കാൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു നമുക്ക് ഒരു CMOS ഇപ്പോൾ ഇത് പറയുന്നത് നമ്മൾ CMOS യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഫുൾ ആർഡറിൻ്റെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു CMOS യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഫുൾ ആർഡറിൻ്റെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾ മാറിപ്പോകരുത്. അപ്പോൾ ഈ CMOS യൂസ് ചെയ്തിട്ട് നമ്മൾ ഫുൾ ആർഡർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്യുവർ ഇൻപുട്ട് കൊടുക്കുവാണെങ്കിൽ, അതായത് കോംപ്ലിമെന്റ് ചെയ്യാത്ത ഇൻവേർട്ട് ചെയ്യാത്ത ഔട്ട്പുട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇൻവേർട്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ്. അതായത് ക്യാരി ഔട്ട് നോക്കുക, ഇവിടെ ക്യാരി ഔട്ട് ബാർ ആണ് കിട്ടുക. അതുപോലെ തന്നെ സം കൊടുക്കുവാണെങ്കിൽ സം ബാർ ആണ് നമുക്ക് കിട്ടുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാരി ഔട്ട് ബാർ കിട്ടുന്നത് എങ്ങനെയാണ്? പ്യുവർ ഇൻപുട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കോംപ്ലിമെന്റഡ് ആയിട്ടുള്ള ഇൻപുട്ട് നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് പ്യുവർ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അതായത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കോംപ്ലിമെന്റഡ് ആയിട്ടുള്ള ഇൻവേർട്ടഡ് ഇൻപുട്ട്, അതാണ് ഞാൻ ഇൻവേർഷൻ പ്രോപ്പർട്ടിയിൽ പറഞ്ഞത്. ഇൻവേർട്ടിങ് ഓൾ ദ ഇൻപുട്ട് ഓഫ് ഫുൾ ആർഡർ സെൽ ഓൾസോ ഇൻവേർട്ട് ഓൾ ദ ഔട്ട്പുട്ട്സ്. അപ്പം ഇൻവേർഷൻ പ്രോപ്പർട്ടി പ്രകാരം ഇൻപുട്ട് ഇൻവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ടും ഇൻവേർട്ട് ആകും. ഓക്കെ,
ഇൻപുട്ട് ഇൻവേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഔട്ട്പുട്ട് ഇൻവേർട്ട് ആകത്തില്ല. പക്ഷേ നമ്മൾ CMOS യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ഈ പ്യുവർ ഇൻപുട്ട്, അതായത് കോംപ്ലിമെന്റ് ചെയ്യാത്ത, ഇൻവേർട്ട് ചെയ്യാത്ത ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇൻവേർട്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുക. ഓക്കെ, C0 ബാർ ആണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻവേർട്ട് ചെയ്തിട്ട് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. അതാണ് നമ്മൾ ഒരു 4 ബിറ്റ് ഫുൾ ആഡറിന്റെ കേസിൽ, അതായത് 4 ബിറ്റ് അഡീഷൻ നമ്മൾ ഫുൾ ആഡറിൽ ചെയ്യുമ്പോൾ ഈ കേസിൽ A0 A1 A2 A3, അതായത് നമ്മൾ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്മളുടെ ബിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവേർട്ട് ചെയ്യുന്നു. അതായത് നമുക്കറിയാം, ഇതൊരു ഫുൾ ആഡറിന്റെ ആദ്യത്തെ കേസിൽ നമ്മൾ പ്യുവർ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യാരി ഔട്ട്, രണ്ടാമത്തെ കേസിൽ എന്താണ് വരിക, ഇൻവേർട്ട് ചെയ്തിട്ടായിരിക്കും വരിക എന്ന് നിങ്ങൾക്കറിയാം. പ്യുവർ ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് കോംപ്ലിമെന്റ് ചെയ്യാതെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് കോംപ്ലിമെന്റ് ചെയ്തിട്ടായിരിക്കും പക്ഷേ ഔട്ട്പുട്ട് വരിക. ഈ കോംപ്ലിമെന്റ് ചെയ്ത ഔട്ട്പുട്ട് നമ്മൾ വീണ്ടും എല്ലാ ഇൻപുട്ടിനെയും കോംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എല്ലാ ഇൻപുട്ടും കോംപ്ലിമെന്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇൻവേർട്ട് ചെയ്തിട്ടായിരിക്കും വരിക. അതായത് ഇൻവേർട്ടഡ് ആയിരിക്കില്ല, പ്യുവർ ആയിരിക്കും വരിക. അപ്പോൾ ഈ പ്യുവർ ഇൻപുട്ടിനെ വീണ്ടും നമ്മൾ ഒരു ഫുൾ ആഡർ കൊടുക്കുകയാണെങ്കിൽ കോംപ്ലിമെന്റ് ചെയ്തിട്ടായിരിക്കും, ഇൻവേർട്ട് ചെയ്തിട്ടായിരിക്കും ഔട്ട്പുട്ട് വരിക. പിന്നെയും ഇൻവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു വേറൊരു ഫുൾ ആഡർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, കോംപ്ലിമെന്റ് ചെയ്യാത്ത. അപ്പോൾ അതായത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്, ഫോർത്ത് ഫുൾ ആഡറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയിരിക്കുന്ന ക്യാരി ഔട്ട് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സമ്മ് നോക്കുന്നില്ല, ക്യാരി ഔട്ട് മാത്രമേ ഇവിടെ ശ്രദ്ധിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ക്യാരി ഔട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എന്താണ്, ഫോർത്ത് ഫുൾ ആഡറിൽ വന്നിരിക്കുന്നത് എന്താണ്, ഇൻവേർട്ട് ചെയ്യാത്ത ഒരു ക്യാരി ഔട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എത്ര വേണം, ഓരോ പ്രാവശ്യവും നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും പറഞ്ഞാൽ ഇൻവേർട്ട് ചെയ്യണം ക്യാരി ഔട്ട് കിട്ടാൻ. ഓക്കെ, അപ്പം നമുക്ക് ലാസ്റ്റ് ഫുൾ ആഡറിന്റെ ക്യാരി ഔട്ട് വന്നിരിക്കുന്നത് എന്താണ്, പ്യുവർ ആണ്. അതുപോലെ തന്നെ സമ്മ് ആദ്യത്തെ കേസിൽ S0 ആണ് വന്നിരിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ കേസിൽ S0 ബാർ ആണ്, ഇൻവേർട്ട് ചെയ്തിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ഇവിടെ പ്യുവർ ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ എന്താണ്, കോംപ്ലിമെന്റ് ചെയ്യാത്ത ഔട്ട്പുട്ട് തന്നെയാണ് വരിക. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ, അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഇൻവേർട്ടിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് വി ക്യാൻ ഏബിൾ ടു റെഡ്യൂസ് ദ ഇൻവേർട്ടർ ഡിലേ. ഓക്കെ, ഇൻവേർട്ടർ ഡിലേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ഇൻവേർട്ടർ കൊടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ട ടൈമിനെയാണ്. അപ്പം ഈ ഒരു കേസിൽ നമുക്ക് ഇൻവേർട്ട് ചെയ്യാൻ ഈ C0 ബാർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് C0 കിട്ടുവാണെങ്കിൽ ഈ ഇൻവേർട്ടറിന്റെ ഡിലേ നമുക്ക് ഒഴിവായി കിട്ടുമായിരുന്നു. അപ്പം നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പം അതായത് നമുക്ക് ഈ ഒരു ഇൻവേർട്ടറിന്റെ ഡിലേ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റി, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഫുൾ ആഡറിന്റെ ക്യാരി ഔട്ട് നമുക്ക് C0 കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻവേർട്ടറിന്റെ ഡിലേ, അതായത് വീണ്ടും ഈ C0 ബാറിനെ ഇൻവേർട്ട് ചെയ്തിട്ട് C0 കിട്ടേണ്ടത് ഡയറക്റ്റ് ആയിട്ട് C0 കിട്ടുവാണെങ്കിൽ ഈ ഒരു ഇൻവേർട്ടർ ഡിലേ വി ക്യാൻ ഏബിൾ ടു റെഡ്യൂസ്. അപ്പം അങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ഇൻവേർഷൻ പ്രോപ്പർട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പം അതൊരു ജസ്റ്റ് ഒരു ഐഡിയ മാത്രമാണ്. അപ്പം ഇവിടെ നമ്മൾ ഒരു ഡിഫറെൻറ്റ് സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യാണ്. നമുക്ക് ഈ ഇൻവേർട്ടറിന്റെ ഡിലേ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ, ഒരു ഫുൾ ആഡറിൽ ഇൻവേർട്ടറിന്റെ ഡിലേ റെഡ്യൂസ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിൽ ഒരു 3 മെത്തേഡ്സ് നമ്മളിവിടെ പറയുന്നുണ്ട്. ഒരു മിറർ ആർഡർ ഡിസൈൻ 24 ട്രാൻസിസ്റ്റർ, ഒരു മിറർ ആർഡർ ഡിസൈൻ എന്ന് പറയുന്നത്, പിന്നെ ട്രാൻസ്മിഷൻ ഗേറ്റ് ഫുൾ ആർഡർ 24 ട്രാൻസിസ്റ്റേഴ്സ്, അതായത് ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഫുൾ ആർഡർ, പിന്നെ ഒരു മിറർ ആർഡർ സ്ട്രക്ചർ, പിന്നെ നമുക്ക് മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡർ. അപ്പോൾ ഇതിനകത്ത് മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡർ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡർ. അപ്പം ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് വിച്ച് ഈസ് ആക്ച്വലി അവൈലബിൾ ടു ഇംപ്രൂവ് ദ, എന്ത് ഇംപ്രൂവ് ചെയ്യാനാണ്, നമ്മളുടെ സ്പീഡ്. ഓക്കെ, സ്പീഡ്, അതായത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ഇത്രയും ഫാസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് സമ്മും ക്യാരിയും നമുക്ക് എപ്പോഴും എന്ത് വേണം, ഫാസ്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഈ സമ്മും ക്യാരിയും ഫാസ്റ്റ് ആയിട്ട് കിട്ടാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിനകത്ത് ഒരു മെത്തേഡാണ് മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡർ എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അപ്പോൾ അതിനകത്ത് മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡർ എന്ന് പറയുന്ന മെത്തേഡിൽ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഡിലേ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനകത്ത് നമ്മൾ ഇവിടെയെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മളൊരു ഡിഫറെൻറ്റ് നമ്പർ, ഒരു മൾട്ടി ബിറ്റ് അഡീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ സമ്മ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ക്യാരി പ്രൊപ്പഗേഷൻ ഡിലേ റെഡ്യൂസ് ചെയ്യാനാണ് നോക്കുക. അതായത് ക്യാരി ആണ് ഒരു ഫുൾ ആഡറിന്റെ സർക്യൂട്ടിൽ നിന്ന് അടുത്തതിലേക്ക് പോകുന്നത് ക്യാരിയാണ്.
അപ്പോൾ ഈ ക്യാരി ബിറ്റ് എത്രയും ഫാസ്റ്റ് ആയിട്ട് അടുത്ത ഫുൾ ആർഡറിലേക്ക് പോകുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് സമ്മ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് നമ്മൾ കുറയ്ക്കുന്ന ഏതിൻ്റെയാണ്? ക്യാരി പ്രൊപ്പഗേഷൻ ആണ്. ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡിലേ കുറയ്ക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു കേസിൽ നമുക്ക് ക്യാരി ഔട്ട് ബാർ ആണ് നമ്മൾ അടുത്തതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എയും ബിയും ഇൻവേർട്ട് ചെയ്തു. അപ്പം നമുക്ക് ക്യാരി ഔട്ട് അടുത്തതിൻ്റെ കേസിൽ എന്താണ് പ്യുവർ ഫോം കിട്ടി. അപ്പം അങ്ങനെ നമുക്ക് വി ക്യാൻ ഏബിൾ ടു റെഡ്യൂസ് എന്താണ് ക്യാരി പ്രൊപ്പഗേഷൻ എത്രയും ഫാസ്റ്റ് ആയിട്ട് ഒരു ഫുൾ ആർഡറിൽ നിന്ന് അടുത്ത ഫുൾ ആർഡറിലേക്ക് പോകുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മളുടെ സം ഔട്ട്പുട്ട് എത്രയും ഫാസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു മൾട്ടി ബിറ്റ് അഡീഷൻ, അതായത് നിങ്ങളിപ്പോൾ ഒരു 4 ബിറ്റ് അഡീഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എങ്കിൽ ഏത് ബിറ്റ് അഡീഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഈ ക്യാരിയുടെ പ്രൊപ്പഗേഷൻ, ഓക്കെ, ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഒരു ഫുൾ ആർഡറിൽ നിന്ന് അടുത്ത ഫുൾ ആർഡറിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എത്രയും ഫാസ്റ്റ് ആയിരിക്കണം. ഓക്കെ, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാരി പ്രൊപ്പഗേഷൻ സർക്യൂട്ട് ആണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത് ബൈ ആഡിങ് എ ജനറേറ്റ് ആൻഡ് ഡിലീറ്റ് സിഗ്നൽ. ഇപ്പോൾ നമ്മൾ നേരത്തെ ജനറേറ്റ് എന്താണ്, ഡിലീറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടാവും. നമ്മൾ പ്രൊപ്പഗേറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു ഫുൾ ആർഡറിൻ്റെ കേസിൽ പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്നത് എ എക്സോർ ബി എന്നും ജനറേറ്റ് എന്നുള്ളത് എ ബി എന്നും എന്താണ് പിന്നെ ഡിലീറ്റ് എന്നത് എ ബാർ ബി ബാർ എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അത് ഇപ്പം എന്തിനാണ് ജനറേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരണം, നമ്മളുടെ ക്യാരിയോ ഔട്ട് എപ്പോഴും എന്താണ് 1 ആയിരിക്കും. ഇൻപുട്ട് ക്യാരി ഇൻ എന്താണെന്ന് നോക്കാതെ ക്യാരി ഔട്ട് എപ്പോഴും 1 ആണെങ്കിൽ അത് ജനറേറ്റ് ആണ്. ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാരി ഔട്ട് എപ്പോഴും 0 ആയിരിക്കും. പിന്നെ പ്രൊപ്പഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ക്യാരി ഇന്ന് എന്താണോ അത് തന്നെ ക്യാരി ഔട്ട് ആയിട്ട് പോകുന്നതിനെയാണ് പ്രൊപ്പഗേറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഈ മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡറിൽ നമ്മൾ ഈ ക്യാരി പ്രൊപ്പഗേഷൻ സർക്യൂട്ടറി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജനറേറ്റും അതുപോലെ തന്നെ ഡിലീറ്റ് സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പം ഇവിടെ ഈ പി എന്ന് പറയുന്നത് പ്രൊപ്പഗേറ്റ് എന്നും, അപ്പം പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്, പ്രൊപ്പഗേറ്റ്, അതായത് നമ്മൾ പ്രൊപ്പഗേറ്റ് ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ആണ് നമ്മൾ പ്രൊപ്പഗേറ്റ് സിഗ്നൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നമ്മളുടെ ക്യാരി ജനറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതുപോലെ തന്നെ ഡിലീറ്റ് എന്നുള്ളത് ക്യാരി ഡിലീറ്റ് ആകുവാണെങ്കിൽ, അതായത് ക്യാരി എപ്പോഴും 0 ആകുവാണെങ്കിൽ നമ്മൾ അതിനെ ഡിലീറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം, ഇത് ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് ആണ്. അതായത് നിങ്ങൾക്കറിയാം ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് ആണ് ദിസ് വൺ. നമ്മൾ ട്രാൻസ്മിഷൻ ഗേറ്റ് ഒക്കെ പഠിച്ചതാണ്. ട്രാൻസ്മിഷൻ ഗേറ്റിൻ്റെ കേസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എങ്ങനെ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താലും കുഴപ്പമില്ല, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താലും കുഴപ്പമില്ല, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, എനിവേ ദാറ്റ് ഈസ് സെയിം. ഓക്കെ, ഇത് രണ്ട് ഒരു PMOS-ഉം ഒരു NMOS-ഉമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഈ പ്രൊപ്പഗേഷൻ ട്രാൻസ്മിഷൻ ഗേറ്റിൻ്റെ വർക്കിംഗ് ഒക്കെ അറിയാം. ഇവിടെ ട്രാൻസ്മിഷൻ ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ക്യാരി ഇൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്താണ് ഇവിടെ കാണാൻ പോകുന്നത്, എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നമ്മളിവിടെ ചെയ്യുന്നത് ആക്ച്വലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ നമ്മളുടെ ക്യാരിയെ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യിക്കാം ഈസി ആയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ക്യാരി പ്രൊപ്പഗേഷൻ ഡിലേ എത്രത്തോളം കുറയ്ക്കാൻ പറ്റും എന്നതിനു വേണ്ടി ഒരു സ്ട്രക്ചർ ഡിഫറെൻറ്റ് സർക്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാൻ ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രൊപ്പഗേഷൻ ഡിലേ അല്ലെങ്കിൽ എന്താണ് സ്പീഡ് ഓഫ് ദ സർക്യൂട്ടറി ഹൗ ക്യാൻ ബി ഇംപ്രൂവ്. അപ്പം അതിനകത്ത് നമുക്ക് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഇൻവേർഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫുൾ ആർഡറിൻ്റെ സ്പീഡ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു CMOS ഫുൾ ആർഡറിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ കണ്ടു ഇൻവേർഷൻ പ്രോപ്പർട്ടി. രണ്ടാമത്തെ മെത്തേഡാണ് നമ്മളിപ്പം കാണുന്ന മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. അപ്പം ബൈ യൂസിങ് മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡർ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ സ്പീഡ് ഇംപ്രൂവ് ആക്കുക, അല്ലെങ്കിൽ നമുക്ക് എത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് ക്യാരി എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് ഒരു ഇൻപുട്ട് സൈഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കാണാൻ പറ്റും
ഒരു എൻമോസും ഒരു പുൾ ഡൗൺ എൻമോസ് ട്രാൻസിസ്റ്ററും ഒരു പുൾ അപ്പ് ആയിട്ടുള്ള പിമോസ് ട്രാൻസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ട്രാൻസ്മിഷൻ ഗേറ്റിന്റെ ഇൻപുട്ട് ക്യാരി ഇൻ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് ഗേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് പി ഐ ആൻഡ് പി ഐ ബാർ ആണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ട്രാൻസ്മിഷൻ ഗേറ്റിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെലക്ട് ലൈൻസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത് സി ഐ, ഇത് സെലക്ട് ലൈൻസ് ആയിട്ട് നമ്മളിവിടെ എസ് ബാർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഇപ്പം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സി ഐ ഇൻറ്റു എസ് ആയിരിക്കും ഓൾവേസ് വരിക. ഓക്കെ, ഇവിടെയും നമുക്ക് എന്ത് പറയാൻ പറ്റും, സി ഐ ഇൻറ്റു പി ആയിരിക്കും നമ്മൾ ഇതിൻ്റെ ഈ ട്രാൻസ്മിഷൻ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരിക. അപ്പോൾ ഈ പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ട്രൂ ആണ് എങ്കിൽ, അല്ലെ, പ്രൊപ്പഗേറ്റ് ഈസ് ഈക്വൽ ടു 1, വി ക്യാൻ ഏബിൾ ടു ഗെറ്റ് എന്താണ് ഔട്ട്പുട്ട് ആസ് സി ഐ, ദാറ്റ് ഈസ് സി ഐ ഇൻറ്റു പി ആസ് ഔട്ട്പുട്ട്. ഈ പ്രൊപ്പഗേറ്റ് 0 ആണെങ്കിൽ സി ഐ പ്രൊപ്പഗേറ്റ് ചെയ്യുമോ, 0 ആയിരിക്കും. അപ്പം സി ഐ എന്ന് പറയുന്നത് ക്യാരി ഇൻ എന്ന് പറയുന്നത് ഐദർ എന്തായിരിക്കും 0 or 1 ആയിരിക്കും നമ്മളുടെ ക്യാരി ഇൻ. അതായത് ഒരു ഫുൾ ആർഡറിന്റെ കേസിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്, നിങ്ങൾ ക്യാരി ഇൻപുട്ടായിട്ട് നമ്മൾ ഒരു ഫുൾ ആർഡറിലേക്ക് പോകുന്നത്, ഫുൾ ആർഡറിന്റെ ഇൻപുട്ടായിട്ട് നമ്മൾക്ക് പോകുന്നത് എപ്പോഴും എന്തായിരിക്കും 0യോ അല്ലെങ്കിൽ 1ഓ ആയിരിക്കും, അല്ലേ. നിങ്ങളൊരു ഇത് കാണാം, ഇപ്പോൾ ഇവിടെ 2 ബിറ്റ് ആഡ് ചെയ്തിട്ട് ഒന്നെങ്കിൽ 0 ക്യാരി വരും അല്ലെങ്കിൽ 1 ക്യാരി ഔട്ടായിട്ട് വരും. അപ്പം അതാണ് അടുത്തതിലേക്ക് പോവുക. അപ്പോൾ നമ്മളിവിടെ ഒരു ഈ പ്രൊപ്പഗേഷൻ സർക്യൂട്ടറിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡർ എന്ന് പറയുന്നത് ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യിക്കാൻ, എത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇനിയിപ്പം ഈ പ്രൊപ്പഗേറ്റ് ഈസ് ട്രൂ, ഓക്കെ, ഈ പ്രൊപ്പഗേറ്റ് ഈസ് ടു ബി ജനറേറ്റഡ് ഈ പ്രൊപ്പഗേറ്റ് ഈസ് ട്രൂ. ഓക്കെ, പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാം, എന്താണ് 0യും 1ഉം എയും ബിയും എപ്പോഴാണ് പ്രൊപ്പഗേറ്റ് ട്രൂ ആവുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 0 1 1 0 എന്ന കേസിലാണ് ഈ എയുടെയും ബിയുടെയും വാല്യൂ 0 1 1 0 ആകുമ്പോഴാണ് നമ്മൾ ഈ പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രൊപ്പഗേറ്റ് ട്രൂ ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന് മീനിങ്, നമ്മളുടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എയും ബിയും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ക്യാരി പ്രൊപ്പഗേറ്റിന്റെ ഇതിപ്പോൾ നിങ്ങൾ നോക്കാം, ഇതൊരു ഫുൾ ആർഡർ ആണ്. ഓക്കെ, ഇതൊരു ഫുൾ ആർഡർ ആണ്. അപ്പം അതിലേക്ക് നമ്മൾ കൊടുക്കുന്നു A1 ആൻഡ് B1 ആർ ദ ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സം വരുന്നു. അപ്പം ഇത് സി ഐ ഇവിടെ വരുന്നു. ഓക്കെ, C1 ആണ് ഇതെന്ന് വിചാരിക്കുക. അപ്പം ഇത് അടുത്ത ഫുൾ ആർഡറിലേക്ക് നമ്മൾ കൊടുക്കുക, ഫുൾ ആർഡർ 2, ഇത് ഫുൾ ആർഡർ 1. ഈ ഫുൾ ആർഡർ 1ന്റെയും ഫുൾ ആർഡർ 2ന്റെയും ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു സർക്യൂട്ടറിയാണ് എന്ത്, ഈ മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ A1ഉം B1ഉം ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ക്യാരി ഇൻ ആയിട്ട് വരുന്നത് ആക്ച്വലി എന്താണ്, 0യോ 1ഓ ആണ് എങ്കിൽ നമ്മൾ എന്ത് പറയും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യും അടുത്തതിലേക്ക്. ദെൻ എന്താണ്, ഈ പ്രൊപ്പഗേറ്റ് കണ്ടീഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, ദെൻ ദ ഔട്ട്പുട്ട് ഈസ് ഐദർ പുൾ ടു DI ഓർ GI. അപ്പം അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ പ്രൊപ്പഗേറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത്, പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്നത് 0യോ 1ഓ അല്ല, 1ഓ 0യോ അല്ല എങ്കിൽ ദിസ് ഈസ് പ്രൊപ്പഗേറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, ദിസ് ഈസ് നോട്ട് പ്രൊപ്പഗേറ്റ്. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, AB എന്ന് പറയുന്നത് എയും ബിയും എന്ന് പറയുന്നത് 0 0 0 0 ആണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് എന്ന് പറയുന്നത് എന്താണ്, ഡിലീറ്റ് ആണ്. ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ആക്റ്റീവ് ആവും, ഡിലീറ്റ് ആക്റ്റീവ് ആവും. അപ്പം ഡിലീറ്റ് ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് 1 ആയി കഴിഞ്ഞാൽ, ഓക്കെ, ഡിലീറ്റ് ഇത് 1 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ദിസ് വിൽ ബിക്കം ഓൺ, ദെർഫോർ C0 ബിക്കം 0, C0 0 ആയിരിക്കും. ഇനിയിപ്പം ഇതേപോലെ തന്നെ 1 1 എന്ന് പറയുന്ന കണ്ടീഷനാണ് ശരിക്കും പറഞ്ഞാൽ ജനറേറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ, അല്ലേ. ഈ ജനറേറ്റ് 1 ആയിട്ടുണ്ടെങ്കിൽ, ജനറേറ്റ് ആക്റ്റീവ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ജനറേറ്റ് 1 ആണ്. ജനറേറ്റ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറേറ്റ് ബാർ എന്ന് പറഞ്ഞാൽ എന്താവും, 0. ജനറേറ്റ് 1 എന്ന് പറഞ്ഞാൽ ജനറേറ്റ് ബാർ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0 ആയിട്ടുണ്ടെങ്കിൽ ഈ PMOS എന്താവും, ഓൺ ആവും. PMOS ഓൺ ആവും, NMOS ആ സമയത്ത് ഓഫ് ആണ്. അപ്പം VDD ഔട്ട്പുട്ടിലേക്ക് വരും. അപ്പം C0ന്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ ഈ 1 ആയിരിക്കും ഫുൾ ആർഡർ 2ലേക്ക് പോവുക. അപ്പം ഇതാണ് ഇതിന്റെ മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡർ എന്ന് പറയുന്നത്. അതായത് ഇതൊരു ക്യാരി പ്രൊപ്പഗേഷൻ സർക്യൂട്ടറിയാണ്. അതായത് ഒരു 2 ഫുൾ ആർഡറിന്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊപ്പഗേഷൻ സർക്യൂട്ടറിയാണ് നമ്മളുടെ ഏറ്റവും സ്പീഡായിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടറിയാണ് മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സർക്യൂട്ടറി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ട്രാൻസ്മിഷൻ ഗേറ്റിൽ
അതിൻ്റെ നമ്മളുടെ സെലക്ട് ലൈൻസ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ ഇൻപുട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് PI പ്രൊപ്പഗേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതിൻ്റെ ഇൻപുട്ട് CI ആണ്. പിന്നെ ഈ CI ഡയറക്റ്റ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഈ CI ഔട്ട്പുട്ട് C നോട്ടിലേക്ക് പോകും. അല്ലെങ്കിൽ ഡിലീറ്റ് ആണോ ജനറേറ്റ് ആണോ ആക്റ്റീവ് ആണോ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഡിലീറ്റ് ആണെങ്കിൽ C നോട്ട് 0 ആയിരിക്കും, ജനറേറ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? 1 ആയിരിക്കും. അതായിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുക. അപ്പം ഓക്കെ, അപ്പോൾ ഇത് മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഇംപ്രൂവ്സ് ദ ക്യാരി ലുക്ക് ഹെഡ് ഇംപ്ലിമെൻറ്റേഷൻ. അതായത് ക്യാരി നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമുക്ക്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ക്യാരി ലുക്ക് ഹെഡ് ആർഡർ. ഓക്കെ, അപ്പം ഈ ക്യാരി ലുക്ക് ഹെഡ് ആർഡറിൻ്റെ നമുക്ക് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി നമുക്ക് ഈ മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡർ യൂസ് ചെയ്യാം. നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ക്യാരി ബൈപ്പാസ് ആർഡർ, ക്യാരി ലുക്ക് ഹെഡ് ആർഡർ. ഈ കാര്യങ്ങളൊക്കെ, അതായത് ക്യാരി നേരത്തെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതാണ് ക്യാരി ലുക്ക് ഹെഡ് ആർഡർ. ഓക്കെ, അപ്പം അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഒരു സ്റ്റാറ്റിക് സ്റ്റേജിൻ്റെ കേസിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഡൈനാമിക് സ്റ്റേജ് നമുക്ക് ട്രാൻസ്മിഷൻ ക്യാരിനെ റീപ്ലേസ് ചെയ്ത് NMOS പാസ് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യാം. ഓക്കെ, സ്റ്റാറ്റിക് കേസും ഉണ്ട്, ഡൈനാമിക് സ്റ്റേജിലും ഉണ്ട്. അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിലുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വേരിയിങ് സ്റ്റേജാണ്, മൂവിങ് സ്റ്റേജാണ്. ഡൈനാമിക് സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്മിഷൻ ഗേറ്റിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മളതിന് പകരം നമ്മൾ ഒരു NMOS ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യും. അപ്പം നമ്മൾ അവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ NMOS പാസ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് CI ബാർ ആണ് നമ്മൾ കൊടുക്കുക. CI ബാർ, അതായത് ക്യാരി ഇൻപുട്ടിൻ്റെ ഇൻവേർട്ടഡ് ഔട്ട്പുട്ടാണ് നമ്മൾ കൊടുക്കുക. അത് ഗേറ്റ് ആയിട്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് കൊടുക്കുന്നു. ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഡിഫറെൻറ്റ് NMOS ആൻഡ് PMOS ട്രാൻസിസ്റ്റർ, ഇതിനകത്ത് 2 NMOS പുൾ ഡൗൺ ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരു പുള്ളപ്പ് ട്രാൻസിസ്റ്ററായിട്ട് നമ്മളുടെ PMOS ട്രാൻസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് VDDയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തില്ല, ഡിലീറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് വരുന്നില്ല. അതായത് നമ്മളാകെ ജനറേറ്റും എന്ന് പറയുന്ന കണ്ടീഷൻസ് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ട്രാൻസ്മിഷൻ ഗേറ്റിനെ ഇവിടെ നമ്മളൊരു ക്ലോക്ക്, അതായത് നമുക്കറിയാം ഡൈനാമിക് സ്റ്റേജിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ക്ലോക്ക്. ഓക്കെ, അപ്പോൾ ഈ ക്ലോക്കിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് C0 ബാറിൻ്റെ വാല്യൂ വരിക. അപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പം ക്ലോക്ക് എന്ന് പറയുന്നത് ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് നോഡ് ഈസ് പ്രീ ചാർജ്ഡ്. അപ്പം ക്ലോക്ക് എന്ന് പറയുന്നത് 5 ആണ്. 5 0 ആണെങ്കിൽ, ഓക്കെ, 5 ഈസ് 0. ഓക്കെ, 5 ഈസ് 0 മീൻസ് എന്താണ്? ദിസ് ട്രാൻസിസ്റ്റർ വിച്ച് വിൽ ബിക്കം ഓൺ ആൻഡ് ദിസ് വിൽ ബിക്കം ഓഫ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എന്താണ് സംഭവിക്കുക? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും വരിക. ഓക്കെ, ബിക്കോസ് ദിസ് ഈസ് ആക്ച്വലി ഓൺ, ദിസ് ഈസ് ഓഫ്, therefore ഔട്ട്പുട്ട് ഈസ് പ്രീ ചാർജ് ടു 1. വെൻ ക്ലോക്ക് ഹൈ ആകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ക്ലോക്ക് ഹൈ ആകുമ്പോൾ ദിസ് വിൽ ബിക്കം ഓഫ്, ദിസ് വിൽ ബിക്കം ഓഫ് ആൻഡ് ദിസ് വിൽ ബിക്കം ഓൺ, therefore this C0 ബാർ ബിക്കം 0. ഓക്കെ, അപ്പം 5 0 ആകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? C0 ബാർ 1 ആകും. അതുപോലെ തന്നെ 5 1 ആകുന്ന സമയത്ത് നമുക്ക് ഇത് മാത്രമല്ല, 5 1 ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നത് എന്തായിരിക്കും? പുൾ ഡൗൺ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഓൺ ആകും. ഈ പുൾ ഡൗൺ ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ ഇത് ഓൺ ആകും. അപ്പോൾ ഇത് ഓൺ ആയി കഴിഞ്ഞാൽ മാത്രം പോരാ, ഈ സമയത്ത് ഇത് ഓൺ ആയി കഴിഞ്ഞാൽ എന്താവും? ഇവിടെ ഈ ട്രാൻസിസ്റ്റർ GI എന്ന് പറയുന്ന ഈ സാധനം കൂടെ നമുക്ക് നോക്കണം, ജനറേറ്റ്. അപ്പം ജനറേറ്റ് ട്രൂ ആവുകയാണെങ്കിൽ, ഇനിയിപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ, ഈ 5 = 1 എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മൾ വേറൊരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യുകയാണ്. എന്താണ്? GIയുടെ വാല്യൂ ഇഫ് ദ ജനറേറ്റ് എന്ന് പറയുന്നത് 1 ആയിട്ട് വരുവാണെങ്കിൽ, ഇവിടെ ഈ ജനറേറ്റിൻ്റെ വാല്യൂ 1 ആവുകയാണെങ്കിൽ ഔട്ട്പുട്ട് നോഡ് എന്ന് പറയുന്നത് എന്താവും? ഡിസ്ചാർജ് ആവും. ഓക്കെ, ഔട്ട്പുട്ട് നോഡ് വിച്ച് ഈസ് ആക്ച്വലി ഡിസ്ചാർജ്. അപ്പോൾ C0 ബാർ എന്താവും? 0 ആവും. അപ്പോൾ C0 ബാർ 0 എന്ന് പറഞ്ഞാൽ C0ൻ്റെ വാല്യൂ 1 എന്നാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ജനറേറ്റ് തന്നെയാണ് നടക്കുന്നത്. അപ്പം അതേ സമയത്ത് തന്നെ ഈ 5 1 ആയി കഴിയുന്ന സമയത്ത് തന്നെ ജനറേറ്റ് സാറ്റിസ്ഫൈ ചെയ്തില്ല. ഓക്കെ, ജനറേറ്റ് എന്ന് പറയുന്നത് ജനറേറ്റ് എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കാം. ആ സമയത്ത് നമ്മൾ നോക്കുന്നു പ്രൊപ്പഗേറ്റ് 1 ആണെന്ന് നോക്കുന്നു. ഓക്കെ, പ്രൊപ്പഗേറ്റ് 1 ആണ് എങ്കിൽ എന്തായിരിക്കും? പ്രൊപ്പഗേറ്റ് ട്രൂ ആവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ CI എങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും? നമ്മൾ C0 പ്രൊപ്പഗേറ്റ് ചെയ്യും. ഇതൊന്നും വലിയ കാര്യമായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഈ ക്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡൈനാമിക് സ്റ്റേജിൽ നമ്മളുടെ ഔട്ട്പുട്ട് വരിക എന്ന് നമുക്ക് പറയാം. അപ്പോൾ ക്ലോക്ക് 0 ആണ് എങ്കിൽ, അതായത്
ഫൈ ഈസ് ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ ഔട്ട്പുട്ടിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? സി നോട്ട് ബാറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, സി നോട്ട് ബാറിന്റെ വാല്യൂ 1 ആണ്, പക്ഷേ സി നോട്ടിന്റെ വാല്യൂ 0 ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഫൈ ഈസ് ഈക്വൽ ടു 1 ആകുന്ന കേസിൽ ദീസ് ട്രാൻസിസ്റ്റർ വിൽ കം ഓൺ, ആൻഡ് ഇൻ ദാറ്റ് കേസ് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകുന്ന കേസിൽ നമ്മൾ രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അത് ജനറേറ്റ് ആണോ പ്രൊപ്പഗേറ്റ് ആണോ നോക്കുന്നു. ജനറേറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? സി നോട്ട് ബാർ ഓൺ ആകുമ്പോൾ ഇത് ഡിസ്ചാർജ് ആവുകയും സി നോട്ട് ബാറിന്റെ വാല്യൂ 0 ആവുകയും, ഇഫ് ഇറ്റ് ഈസ് ജി ഐ ഈസ് 0, അതായത് ജനറേറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, പ്രൊപ്പഗേറ്റ് ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ ഈ സി ഐയുടെ വാല്യൂ സി ഐ ബാറിന്റെ വാല്യൂ സി നോട്ട് ബാറിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ സമയത്തുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ സി നോട്ട് ബാറിന്റെ ഫൈ ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ കണ്ടീഷനിൽ നമുക്ക് വരുന്ന ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും. നിങ്ങൾ പി ഐ സി ഐ ബാർ പ്ലസ് ജി ഐ, അതായത് ഫൈ ഈസ് ഈക്വൽ ടു 1 ആകുന്ന സമയത്ത് എന്താണ്? പ്രൊപ്പഗേറ്റ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, ജനറേറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് സി നോട്ട് ബാറിന്റെ വാല്യൂ സി ഐ ബാർന്ന് കിട്ടും. ഇനി എന്താണ്? ജനറേറ്റ് ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ, പ്രൊപ്പഗേറ്റ് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഇത് 0 ആയി, ജനറേറ്റ് ബാർ ജി ഐ ഈസ് ഈക്വൽ ടു സി നോട്ട് ബാർ ഈസ് ഈക്വൽ ടു ജി ഐ ബാർ എന്ന് വരും. ജി ഐ എന്ന് പറയുന്നത് എന്താണ്? 1 ആണെങ്കിൽ ജി ഐ ബാർ എന്തായാലും 0 ആയിരിക്കും. അപ്പോൾ ഇതൊന്നും വലിയ കാര്യമല്ല. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡർ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ രണ്ട് ഫുൾ ആർഡർ സർക്യൂട്ടിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് നമ്മൾ ഈ മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡർ യൂസ് ചെയ്യുന്നത്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് നമ്മളുടെ അഡീഷൻ, നമ്മൾ അതായത് നമ്മളുടെ ക്യാരി പ്രൊപ്പഗേഷൻ നമുക്ക് ഈസി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫുൾ ആർഡറിന്റെ ഔട്ട്പുട്ട് മറ്റൊരു ഫുൾ ആർഡറിലേക്ക് കൊടുക്കുമ്പോൾ, അതായത് ഒരു ഫുൾ ആർഡറിന്റെ ക്യാരി ഔട്ട് മറ്റൊരു ഫുൾ ആർഡറിന്റെ ക്യാരി ഇന്നായിട്ട് കൊടുക്കുമ്പോൾ, അവിടെ ആ പ്രൊപ്പഗേഷൻ എത്രയും ഫാസ്റ്റ് ആയിട്ട് നടത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊപ്പഗേഷൻ സർക്യൂട്ടറിയാണ് നമ്മൾ ഈ മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡർ. ഇതിനകത്ത് രണ്ട് കേസസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, സ്റ്റാറ്റിക് സ്റ്റേജിലും ഡൈനാമിക് സ്റ്റേജിലും. സ്റ്റാറ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താണ്? ഒരു സ്റ്റഡി സ്റ്റേജ്, അതായത് നമ്മളുടെ നോർമൽ സ്റ്റേജിൽ ഉള്ള ഓപ്പറേഷൻ എങ്ങനെയായാലും. അതുപോലെ തന്നെ നമ്മൾ ഡൈനാമിക് സ്റ്റേജ്, അതായത് ക്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുവാണെങ്കിൽ, ക്ലോക്ക് 1 ആണ് എങ്കിൽ എന്തായിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ക്ലോക്ക് 0 ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് ഉള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ കാണാറുള്ളത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകേണ്ടത് ഒരു ക്യാരി ബൈപ്പാസ് ആർഡർ അല്ലെങ്കിൽ ക്യാരി സ്കിപ്പ് ആർഡർ എന്ന് പറയുന്ന ഒരു സർക്യൂട്ടാണ്. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചോളുക. ഇതൊക്കെ വെച്ച്